ധ്രുവ് നമ്മൾ കഴിഞ്ഞ സീരീസിലൊക്കെ പരീക്ഷിച്ചു. ധ്രുവ് വിക്കറ്റ് കീപ്പറായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അതിന്റെ ഒരു സെഞ്ചുറി അടിച്ചു. ബാറ്റ്സ്മാൻ എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഇതിനകത്ത്. അതെ അദ്ദേഹം ബാറ്റ്സ്മാൻ, അതായത് പന്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവസരം പോകേണ്ടതാണ്. KL രാഹുൽ അവിടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഫിക്സഡ് ആണ്. അപ്പൊ പക്ഷേ ഞാൻ ബാറ്ററായിട്ട് എന്നെ പരിഗണിക്കണം എന്ന് പെർഫോമൻസ് കൊണ്ട് തെളിയിച്ചു. അതായത് വെസ്റ്റിൻഡീസിനെതിരെ സെഞ്ചുറി അടിച്ചു. ഈ സൗത്ത് ആഫ്രിക്ക ടീമിനെതിരായ സന്നാ മത്സരത്തില് 2 ഇന്നിംഗ്സിലും സെഞ്ചുറി അടിച്ചു. അപ്പോൾ ബാറ്ററായിട്ട് നിങ്ങൾ എന്നെ ടീമിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകുമെന്നുള്ള കൃത്യമായ ഒരു പ്രസ്താവന. കിട്ടിയ അവസരങ്ങൾ കൃത്യമായി തന്നെ മുതലാക്കി. ഇത് പലർക്കും ഒരു പാഠമാണ്. എന്താ കുത്തി പറയുന്നുണ്ട് നമുക്ക്. അപ്പൊ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? പ്രവചനത്തിന് ഇന്ത്യയിൽ വെച്ചുള്ള മത്സരമാണ്. പക്ഷേ ഇതൊരു നല്ല ഫൈറ്റ് ഉണ്ടാവും. പക്ഷേ മേ ബി ഇന്ത്യ ജയിക്കാനാണ് ഒരു 70% ഇന്ത്യ ജയിക്കാനാണ് സാധ്യത. കാരണം ഒരു സ്പിന്നേഴ്സ് നോക്കുമ്പോൾ ഇന്ത്യയാണ് കുറച്ചുകൂടി ക്വാളിറ്റി. 3 സ്പിന്നേഴ്സ് ഉണ്ട്. 3ഉം അത്യാവശ്യം നല്ല സ്പിന്നേഴ്സാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹാരിസ് പറഞ്ഞ പോലെ ഇതൊരു ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു പുതിയ എറയുടെ ഒരു തുടർച്ചയാണ്. ഇംഗ്ലണ്ടിലും മറ്റ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ മണ്ണിലാണ് ഒരു 60 to 70% ഇന്ത്യ വിൽ വിൻ. അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നു പ്രവചനാതീതമാണ് ഈ മത്സരം എന്നുള്ളത്. കാരണം കേശവ മഹാരാജ് എങ്ങനെ ഡെലിവർ ചെയ്യും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഈ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ 3 സ്പിന്നർമാരുണ്ടായേക്കാം, പക്ഷേ അവരിൽ ഒരാൾ അദ്ദേഹം ഡെലിവർ ചെയ്യും. കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഓവർലോഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സീരീസിൽ. പ്രത്യേകിച്ച് ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് നല്ല ഓവർലോഡ് ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എനിക്കും 50-50 പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. എന്തായാലും 5 ദിവസം എല്ലാ സെഷനുകളും നിൽക്കണം. ടൈറ്റ് മാച്ച് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 ദിവസം ഉണ്ടാവണം, ഫുൾ സെഷനും ഉണ്ടാവണം തന്നെയാണ് ആഗ്രഹം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മത്സരത്തിന്റെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെയൊക്കെ വളരെ കുറഞ്ഞ 2000 താഴെ കാണികളൊക്കെ വന്ന മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വിരാടിന്റെയും രോഹിത്തിന്റെയും ഒരു പിന്മാറ്റത്തിന് ശേഷമുള്ളൊരു പ്രശ്നമായിട്ട് വലിയൊരു സൈനാണ്. കാരണം ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ ടിക്കറ്റുകളൊക്കെ വിറ്റു പറയുമ്പോൾ അതൊരു വലിയൊരു സൈനാണ്. കാരണം ആളുകൾ അത്രയും ആകാംക്ഷയോടെയാണ് ഈ സീരീസിനെ കാണുന്നത് എന്നുള്ളത്. ഒരു വലിയ നിറഞ്ഞ കാണികൾക്ക് മുമ്പിൽ ടെസ്റ്റ് മത്സരം കാണുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. എന്തായാലും ടൈറ്റ് മാച്ച് ആയിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം.